തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല സ്നേഹത്തിൽ നിങ്ങളെല്ലാവരെയും പ്രഭാത ജാഗരണത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ധ്യാനിക്കാനുള്ള ഭാഗം വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. വെള്ള ധരിച്ച ഒരു ശേഷിപ്പിനെ കുറിച്ചാണ്. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദിസിൽ നിങ്ങൾക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ലണ്ടനിലെ ഒരു പ്രഭാഷകനായിരുന്നു വില്യം ജെയിംസ് പിയേഴ്സൺ. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ആഴത്തിൽ ദേശത്തോട് വിളിച്ചറിഞ്ഞതായ പ്രിയമകൻ. യേശുവേ നിൻ്റെ നിറവ് നൽകുക എന്നുള്ളൊരു ഗാനം അദ്ദേഹം എഴുതി കാണാൻ സാധിക്കുന്നുണ്ട്. അതിങ്ങനെ പ്രതിപാദിക്കുന്നു: യേശുവേ നിൻ്റെ പൂർണ്ണത നൽകണമേ, എൻ്റെ ആത്മാവും ശരീരവും അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശുദ്ധിയുടെ ജീവൻ നയിക്കുവാൻ പാപത്തിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. വെണ്മയിൽ നടപ്പാൻ, വെണ്മയിൽ അവനോടൊപ്പം നടപ്പാൻ അവൻ്റെ രക്തത്താൽ അവൻ എന്നെ യോഗ്യനാക്കുന്നു എന്ന വരികളിലൂടെ ലോകപ്രശസ്തനായിരിക്കുന്ന വ്യക്തി നമ്മുടെ ജീവിതങ്ങളിലെ മാലിന്യങ്ങളെ മാറ്റപ്പെട്ട് ശുഭ്രവസ്ത്രധാരികളായി തീരേണ്ടതിന് സഭയിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സർദിസിലെ ജനങ്ങൾ വിശുദ്ധന്മാരായിരിക്കേണ്ടതിന് അവരുടെ പ്രവൃത്തികളെ അവർ മലിനമാക്കാതെ നോക്കിയത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനമായിരിക്കണം, യഹോവയെ ഞാൻ വിശുദ്ധനാവുകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണമെന്ന് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ആയതുപോലെ തന്നെ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ പ്രതിപാദിക്കുന്നത്: നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധീകരിപ്പിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധീകരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പ്രതിപാദിക്കാൻ കാണാൻ സാധിക്കുന്നു. എങ്ങനെയാകുന്നു നമ്മുടേതായ വസ്ത്രങ്ങളെ വെണ്മയുള്ളതാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ നീതിന് വസ്ത്രമാക്കി തീർക്കുന്നത്? ദൈവകൽപ്പന അനുസരിച്ച് നടക്കുന്നതിലൂടെ തന്നെയാണ്. നമ്മുടെ നീതി പ്രവൃത്തികൾ തന്നെയാണ് നമ്മുടേതായ വസ്ത്രം വെണ്മയാക്കി തീർക്കുന്നത്. ജഡികമായ വസ്ത്രമല്ല. ഒന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇവിടെ തിരുവചനം പ്രതിപാദിക്കുന്നത്: അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആയതുപോലെ യോഹന്നാൻ 16:24 പറയപ്പെടുന്നു: നാം വിശുദ്ധി ആവശ്യപ്പെടാത്തതിനാൽ നമുക്ക് വിശുദ്ധി ലഭിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പെടുത്തുന്നത് നമ്മൾ വെണ്മ ധരിക്കുന്ന മക്കളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനായി പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടേതായ ജീവിത രീതികളെ മാറ്റിമറിച്ച് ഈ കാലഘട്ടത്തിൻ്റെ വൈകല്യങ്ങൾ, അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിപ്പിക്കുകയും നേരായ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ആ ശുഭ്രവസ്ത്രധാരികളായി കർത്താവിൻ്റെ വരവ് നാളിൽ ഇവനെ അത്രയും ഞങ്ങൾ കാത്തിരുന്നത് എന്ന് ആർത്തുഘോഷിക്കുന്നത് ആ ഒരു വലിയ സമൂഹത്തിനൊപ്പം നിങ്ങൾക്കുമായി തീരുവാൻ കഴിയും. നാം ഇടതും വരം നോക്കാതെ ക്രൂശിൽ മാത്രം നോക്കുക, ക്രൂശിനായിരിക്കുന്ന കർത്താവിനെ നോക്കുക. നമ്മുടേതായ വസ്ത്രം വെണ്മയാക്കുന്നത് മറ്റു ഒന്നിലൂടെയുമല്ല, കുഞ്ഞാടി രക്തത്താൽ തങ്ങളുടെ അങ്കിയെ അലക്കി വെളുപ്പിച്ച് ദൈവ വസ്ത്രധാരികളായ ഒരു കൂട്ടത്തെക്കുറിച്ച് വെളിപാട് പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുവെങ്കിൽ ആ കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് രക്ഷയുടെ പാത്രത്തിൽ നിന്നും ഒരുമിച്ച് പാനം ചെയ്യുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസ്ഥലം സമർപ്പിക്കപ്പെടാം. ഈ ദിനങ്ങൾ അതിനായി നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ചേർത്തണയ്ക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, നൽകിയ വചനത്തിനായി സ്തോത്രം. പാപങ്കരമായിരിക്കുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചിന്തകളിൽ കൂടെ പോലും ചെയ്യുന്ന പാപങ്ങൾ മുക്തി പ്രാപിക്കേണ്ടതിന് അവിടുത്തെ കുഞ്ഞാട് രക്തത്താൽ ഞങ്ങളവിടെ കഴുകി വെടിപ്പാക്കുന്ന മഹാദേവ ഓർത്തു സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഓരോ മക്കളും നിറയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. കർത്താവെ, സർദിസിലെ ജനങ്ങൾക്കുണ്ടായതായ ആ മാറ്റമില്ലാത്തതായ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അന്ത്യനാളായിരിക്കുന്നതായ അവിടുത്തെ മക്കളുടെ മേലും ആത്മാവിനെ അവിടെ നിറച്ച് അനുഗ്രഹിച്ച് ചേർത്തണച്ച് ആ ശുഭ്രവസ്ത്രധാരികളായി അവിടുത്തെ വരവിനായി ഒരുങ്ങപ്പെടേണ്ടതിന് അവിടുന്ന് കാത്തു പരിപാലിക്കുമാറാകണമേ. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.